നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഏതായാലും പാകിസ്ഥാന്റെ ഓരോ നീക്കങ്ങളും ഇന്ത്യ വളരെ സൂക്ഷ്മതയോട് കൂടിയിട്ടാണ് നോക്കിക്കാണുന്നത്. ഇപ്പോൾ പുതിയ പ്രതിരോധ കരാറിന്റെ ഭാഗമായി പാകിസ്ഥാന്റെ ആണവശേഷി സൗദി അറേബ്യയ്ക്ക് ലഭ്യമാക്കുമെന്ന് പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഖവാജ ആസിഫ് പറഞ്ഞിരിക്കുകയാണ്. പാകിസ്ഥാൻ സൗദിയെ തങ്ങളുടെ ആണവ കുടക്കീഴിലാക്കുമെന്ന് ഇതാദ്യമായാണ് പരസ്യമായി സമ്മതിക്കുന്നത്. പാകിസ്ഥാന്റെ ആണവശേഷിയെക്കുറിച്ച് താൻ ഒരു കാര്യം വ്യക്തമാക്കട്ടെ. ഞങ്ങൾ ആണവ പരീക്ഷണങ്ങൾ നടത്തിയപ്പോൾ തന്നെ ആ ശേഷി സ്ഥാപിക്കപ്പെട്ടു. അതിനുശേഷം യുദ്ധക്കളത്തിനായി പരിശീലനം നേടിയ സേന ഞങ്ങൾക്കുണ്ട്. ഞങ്ങളുടെ കൈവശമുള്ളത് ഞങ്ങളുടെ കഴിവുകൾ ഈ കരാറിന്റെ കീഴിൽ തീർച്ചയായും ലഭ്യമാക്കുമെന്നാണ് കഴിഞ്ഞ ദിവസം ആസിഫ് പറഞ്ഞിരിക്കുന്നത്. ബുധനാഴ്ച ഒപ്പുവെച്ച കരാർ ഒരു രാജ്യത്തിന് നേരെയുണ്ടാകുന്ന ആക്രമണം ഇരു രാജ്യങ്ങൾക്ക് നേരെയുള്ള ആക്രമണമായി കണക്കാക്കുമെന്നും പ്രഖ്യാപിക്കുന്നു. ഇരുപക്ഷവും പരസ്പരം വാഗ്ദാനം ചെയ്യുന്ന ഒരു കുട പോലുള്ള ക്രമീകരണമാണിത്. ഏതെങ്കിലും ഒരു കക്ഷിക്ക് നേരെ ഏതെങ്കിലും ഭാഗത്ത് നിന്ന് ആക്രമണം ഉണ്ടായാൽ അത് സംയുക്തമായി പ്രതിരോധിക്കുകയും ആക്രമണത്തിന് പ്രതികരണം നൽകുകയും ചെയ്യുമെന്നും ആസിഫ് വിശദീകരിച്ചു. പാകിസ്ഥാനെ ഒരു സ്ഥിര ആണവ ശക്തി എന്ന് വിശേഷിപ്പിച്ച പ്രതിരോധ മന്ത്രി തന്റെ രാജ്യത്തിന്റെ ആണവ കേന്ദ്രങ്ങൾ പരിശോധനകൾക്കായി തുറന്നു കൊടുക്കുമെന്നും പറഞ്ഞു. ഞങ്ങളുടെ എല്ലാ ആണവ കേന്ദ്രങ്ങളും പരിശോധനകൾക്കായി തുറന്നു കൊടുത്തിരിക്കുന്നു. ഞങ്ങളുടെ സൗകര്യങ്ങൾക്കായി ഞങ്ങൾ സർട്ടിഫിക്കറ്റുകൾ നേടുന്നുണ്ട്. ഞങ്ങൾ ഒരു സ്ഥിര ആണവ ശക്തിയാണെന്നും അത് ലംഘിക്കുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഇസ്രായേൽ ഒരു ആണവ ശക്തിയായിട്ടും തങ്ങളുടെ കേന്ദ്രങ്ങൾ ആർക്കും തുറന്നു കൊടുത്തിട്ടില്ലെന്നും ആസിഫ് പറഞ്ഞു. ഇതെല്ലാ പാശ്ചാത്യ രാജ്യങ്ങൾക്കും അറിയാം. ദശാബ്ദങ്ങൾക്ക് മുമ്പ് തങ്ങളുടെ ആണവ പരിശോധനകൾ എന്തിനാണ് ചെയ്യുന്നതെന്ന് ഇസ്രായേൽ ചോദിക്കുകയും തിരിച്ചടിക്കുകയും ചെയ്തിരുന്നു. നേരത്തെ റോയിട്ടേഴ്സ് വാർത്താ ഏജൻസിയോട് ആസിഫ് പ്രതികരിച്ചത് പ്രതിരോധ കരാർ മറ്റ് ഗൾഫ് രാജ്യങ്ങളിലേക്കും വ്യാപിപ്പിക്കാമെന്നും കരാർ ഏതെങ്കിലും ആക്രമണത്തിനായി ഉപയോഗിക്കാൻ പാകിസ്ഥാന് ഉദ്ദേശമില്ലെന്നുമായിരുന്നു. ഏതെങ്കിലും ആക്രമണത്തിനായി ഈ കരാർ ഉപയോഗിക്കാൻ ഞങ്ങൾക്ക് ഉദ്ദേശമില്ല. എന്നാൽ ഇരു കക്ഷികൾക്കും ഭീഷണി ഉണ്ടെങ്കിൽ ഈ ക്രമീകരണങ്ങൾ തീർച്ചയായും പ്രവർത്തനക്ഷമമാക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആണവായുധങ്ങൾ കരാറിന്റെ റഡാറിലില്ല എന്നും ആസിഫ് ഊന്നി പറഞ്ഞു. ഇസ്രായേലിലെ ആക്രമണങ്ങളെ തുടർന്ന് ഗൾഫിൽ സംഘർഷം വർദ്ധിച്ച സമയത്താണ് പാകിസ്ഥാനും സൗദി അറേബ്യയും തമ്മിലുള്ള പ്രതിരോധ കരാർ വരുന്നത്. മിഡിൽ ഈസ്റ്റിലെ ഏക ആണവായുധ രാജ്യമായി കണക്കാക്കപ്പെടുന്ന ഇസ്രായേലിലെ ഒരു മുന്നറിയിപ്പാണ് ഈ കരാർ എന്ന് വിശകലന വിദഗ്ധരും വിലയിരുത്തുന്നു. സൗദി അറേബ്യ പാകിസ്ഥാന്റെ ആണവ പദ്ധതിക്ക് സാമ്പത്തികമായി പിന്തുണ നൽകിയിരുന്നുവെന്ന് ദീർഘകാലമായി സംശയിക്കാൻ ഇടവരുത്തുന്ന പല സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഇന്ത്യയെ നേരിടാൻ ആണവായുധങ്ങൾ വികസിപ്പിച്ച പാകിസ്ഥാനെ 170 ആണവ പോർമുനകളുണ്ടെന്ന് പലപ്പോഴും റിപ്പോർട്ടുകളും പുറത്തു വന്നിട്ടുണ്ട്. ഇന്ത്യക്ക് 172 എണ്ണമാണുള്ളത്. വെള്ളിയാഴ്ച നടന്ന പ്രതിവാര പത്രസമ്മേളനത്തിൽ സൗദി അറേബ്യയും ഇസ്ലാമാബാദും തമ്മിൽ തന്ത്രപരമായ പ്രതിരോധ കരാർ ഒപ്പിട്ട പശ്ചാത്തലത്തിൽ പരസ്പര താൽപര്യങ്ങളും സെൻസിറ്റിവിറ്റികളും സൗദി അറേബ്യ മനസ്സിൽ വെക്കുമെന്ന് ഇന്ത്യ പ്രതീക്ഷിക്കുന്നതായി വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ പറഞ്ഞിട്ടുണ്ട്. തന്റെ ദേശീയ താൽപര്യങ്ങൾ സംരക്ഷിക്കാനും എല്ലാ മേഖലകളിലും സമഗ്രമായ ദേശീയ സുരക്ഷ ഉറപ്പാക്കാനും ആവശ്യമായ എല്ലാ നടപടികളും ഇന്ത്യ സ്വീകരിക്കുമെന്നും ജയ്സ്വാൾ പറഞ്ഞു. ദേശീയ സുരക്ഷയ്ക്കും പ്രാദേശികവും ആഗോളവുമായ സ്ഥിരതയ്ക്കും കരാർ ഉണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ ന്യൂഡൽഹി പഠിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. പാകിസ്ഥാൻ സൗദി അറേബ്യ പ്രതിരോധ കരാർ ഇസ്ലാമാബാദിനെ ശക്തിപ്പെടുത്തുക മാത്രമല്ല ന്യൂഡൽഹിയുടെ സുരക്ഷാ കാര്യങ്ങൾ മാറ്റുമെന്നും ഭൗമരാഷ്ട്രീയ വിശകലന വിദഗ്ധനായ ഇയാൻ ബ്രമ്മർ പറഞ്ഞു. കരാർ ഇന്ത്യയുടെ ജീവിതം മാറ്റൂ, ഒരു സംശയവും എന്ന് യൂറേഷ്യ ഗ്രൂപ്പ് പ്രസിഡന്റായ ബ്രമ്മർ ഊന്നി പറഞ്ഞു. മെയ് മാസത്തിൽ ഓപ്പറേഷൻ സിന്ദൂറിന് കീഴിൽ പാകിസ്ഥാനെതിരെ ഇന്ത്യ നടത്തിയ സൈനിക നടപടികൾ ഉൾപ്പെടെയുള്ള സമീപകാല സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇത് വളരെ പ്രധാനപ്പെട്ടതാണെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം സൗദി അറേബ്യയും പാകിസ്ഥാനും തമ്മിലുള്ള പ്രതിരോധ കരാർ ഇസ്ലാമാബാദിനെ ശക്തിപ്പെടുത്തുക മാത്രമല്ല ഇന്ത്യയുടെ സുരക്ഷാ കണക്കുകൂട്ടലുകളെ മാറ്റുകയും ചെയ്യുമെന്നും യൂറേഷ്യ ഗ്രൂപ്പ് പ്രസിഡന്റും ഭൗമരാഷ്ട്രീയ വിശകലന വിദഗ്ധനുമായ ഇയാൻ ബ്രമ്മർ പറഞ്ഞു. ഇത് ഇന്ത്യയുടെ ജീവിതം മാറ്റാൻ പോകുന്നു, ഒരു സംശയവുമില്ലെന്നും ബ്രമ്മർ ഊന്നി പറഞ്ഞു. പ്രത്യേകിച്ച് ഓപ്പറേഷൻ സിന്ദൂർ പോലുള്ള സമീപകാല സൈനിക നടപടികളുടെ പശ്ചാത്തലത്തിൽ ഇത് പ്രധാനമാണ്. നിങ്ങൾ ഇന്ത്യയാണെങ്കിൽ പാകിസ്ഥാനുമായി വളരെ ഗുരുതരമായിട്ടുള്ള അതിർത്തി സുരക്ഷാ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ മറ്റൊരു സൈനിക സംഘർഷം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇനി അഥവാ അത് സംഭവിക്കുകയും പാകിസ്ഥാനെ സംരക്ഷിക്കാൻ സൗദി അറേബ്യ ബാധ്യസ്ഥരാവുകയും ചെയ്താൽ ഞാൻ ഇന്ത്യയാണെങ്കിൽ ഈ ഘടകം എന്റെ കണക്കുകൂട്ടലിൽ ഉൾപ്പെടുത്തേണ്ടി വരും. ഇത് ഇന്ത്യയുടെ ജീവിതം മാറ്റും, ഒരു സംശയമില്ലെന്നും അദ്ദേഹം പറഞ്ഞു. പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിന്റെ റിയാദ് സന്ദർശന വേളയിൽ ഒപ്പുവെച്ച ഈ തന്ത്രപരമായ പ്രതിരോധ കരാർ ഒരു രാജ്യത്തിന് നേരെ ഉണ്ടാകുന്ന ആക്രമണം ഇരു രാജ്യങ്ങൾക്കും നേരെയുള്ള ആക്രമണമായി കണക്കാക്കുമെന്നും പറയുന്നു. അടിയന്തര സാഹചര്യങ്ങളിൽ പാകിസ്ഥാന്റെ ആണവശേഷി സൗദി അറേബ്യയുടെ പ്രതിരോധത്തിന്റെ ഭാഗമായി കണക്കാക്കുമെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ബ്രഹ്മരുടെ അഭിപ്രായത്തിൽ ഈ കരാർ റിയാദും ഇസ്ലാമാബാദും തമ്മിലുള്ള ദീർഘകാല ബന്ധം ഉറപ്പിക്കുകയും പാകിസ്ഥാനെ
പുതിയ ആത്മവിശ്വാസം നൽകുകയും ചെയ്യുന്നു. അവരുടെ പ്രധാന സഖ്യകക്ഷി ഇപ്പോഴും ചൈനയാണ്. അതിന് ഉടൻ മാറ്റം വരില്ല. സൈനിക സഹായത്തിന്റെയും രഹസ്യാന്വേഷണ വിവരങ്ങളുടെയും ഭൂരിഭാഗം അവർക്ക് ലഭിക്കുന്നത് അവിടെ നിന്നാണെന്നും അദ്ദേഹം പറഞ്ഞു. എന്നാൽ പാകിസ്ഥാൻ പുതിയ ബന്ധങ്ങൾ വളർത്തുന്നുണ്ടെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ക്രിപ്റ്റോ നിക്ഷേപങ്ങളിലൂടെയും ഡൊണാൾഡ് ട്രംപിന്റെ കുടുംബവുമായിട്ടുള്ള നിക്ഷേപങ്ങളിലൂടെയും അവർക്ക് ട്രംപുമായി മികച്ച ബന്ധമുണ്ട്. ഇത് പാകിസ്ഥാന് കൂടുതൽ സ്വാഗതവും ആത്മവിശ്വാസവും ശക്തിയും നൽകുന്നുവെന്നും ബ്രഹ്മർ കൂട്ടിച്ചേർത്തു. പാകിസ്ഥാന്റെ ആണവ പദ്ധതിക്ക് സൗദിയുടെ പിന്തുണ നൽകുന്നത് രഹസ്യമല്ലെന്നും അദ്ദേഹം അടിവരയിട്ടു. സൗദി അറേബ്യ പാകിസ്ഥാനെയും അവരുടെ പ്ലൂട്ടോണിയം പ്രോഗ്രാമിനെയും വർഷങ്ങളായി സഹായിക്കുന്നു എന്നത് സത്യമാണ്. ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ പാകിസ്ഥാന്റെ ആണവ പരിപാടി സൗദി അറേബ്യയുടെ അടിയന്തര ആണവ പരിപാടിയായി കണക്കാക്കുമെന്നും പരസ്യമായ രഹസ്യമായിരുന്നു. ട്രംപ് പ്രസിഡന്റ് ആകുന്നതിന് മുൻപ് തന്നെ ഇത് ചർച്ച ചെയ്തതാണ്. പുതിയ കരാർ ഈ ധാരണയെ കൂടുതൽ ഔദ്യോഗികമാക്കുന്നു. ഒരു സംയുക്ത സുരക്ഷാ കരാർ അവർ പരസ്യമായി പ്രഖ്യാപിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു പുതിയ ചുവടുവയ്പ്പാണെന്നും അദ്ദേഹം പറഞ്ഞു. ഈ കരാർ സുരക്ഷയോടുള്ള റിയാദിന്റെ ദീർഘകാല സമീപനത്തിലെ ഒരു മാറ്റത്തെ അടയാളപ്പെടുത്തുന്നുവെന്നും ബ്രഹ്മർ വ്യക്തമാക്കി. സഖ്യകക്ഷികളെ വൈവിധ്യവൽക്കരിക്കാനും സുരക്ഷയ്ക്കായി അമേരിക്കയെ മാത്രം ആശ്രയിക്കാതിരിക്കാനുമുള്ള ഒരു ശ്രമമാണിത്. ലോകമെമ്പാടുമുള്ള സുരക്ഷാ പങ്കാളികളുടെ ഒരു വലിയ നിര അവർക്കുണ്ടെന്ന് ഉറപ്പാക്കേണ്ടതും അത്യാവശ്യമാണ്. അതുകൊണ്ടാണ് ഇവർ ആ തീരുമാനമെടുത്തതെന്നും അദ്ദേഹം പറഞ്ഞു. ഈ നീക്കം ഇസ്ലാമാബാദിനെ ശക്തിപ്പെടുത്തുമെന്നും അദ്ദേഹം വാദിച്ചു. ഇത് പാകിസ്ഥാനെ ഭൗമരാഷ്ട്രീയപരമായി കൂടുതൽ ശക്തരാണെന്ന് തോന്നിപ്പിക്കും. ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ പാകിസ്ഥാന്റെ ആണവ പരിപാടി സൗദി അറേബ്യയുടെ അടിയന്തര ആണവ പരിപാടിയായി കണക്കാക്കുമെന്നും പരസ്യമായ രഹസ്യമായിരുന്നു. എന്നാൽ ഇപ്പോൾ ഒരു സംയുക്ത സുരക്ഷാ കരാർ അവർ പരസ്യമായി പ്രഖ്യാപിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു പുതിയ ചുവടുവയ്പ്പാണെന്നും ഖത്തറിലെ ഒരു സുരക്ഷാ ഉദ്യോഗസ്ഥൻ കൊല്ലപ്പെട്ട ഇസ്രായേലിന്റെ ആക്രമണത്തിന് ശേഷമാണ് കരാർ ഒപ്പിട്ടത്. വാഷിംഗ്ടണിന്റെ പ്രതികരണം സൗദി അറേബ്യയെ തൃപ്തിപ്പെടുത്തിയില്ലെന്നും ബ്രഹ്മർ പറഞ്ഞു. അത് തടയാൻ അമേരിക്ക ഒന്നും ചെയ്തില്ല. അതിനുശേഷം പരാതിപ്പെടാനും കാര്യമായി ഒന്നും ചെയ്തില്ല. ഇസ്രായേലിന് ഒരു ശിക്ഷയും നൽകിയില്ല. നിങ്ങൾ സൗദി അറേബ്യ ആണെങ്കിൽ അത് അംഗീകരിക്കാൻ കഴിയാത്ത പ്രതികരണമാണെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം സൗദി അറേബ്യയുമായുള്ള ഇന്ത്യയുടെ പങ്കാളിത്തം ശക്തമാണെങ്കിലും തങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാൻ ആവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം ആവർത്തിച്ചു പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യ ഈ കരാർ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണ്. നമ്മുടെ പ്രതിരോധ മന്ത്രാലയം അല്ലെങ്കിൽ വിദേശകാര്യ മന്ത്രാലയം അടക്കം പറഞ്ഞിരിക്കുന്നത് ഈ കരാറിനെ കുറിച്ച് പഠിച്ചതിന് ശേഷം മാത്രമായിരിക്കും നമുക്ക് അതിനെക്കുറിച്ചുള്ള അടുത്ത നടപടികളിലേക്ക് കടക്കാം എന്നുള്ളത്. ഏതായാലും ഓപ്പറേഷൻ സിന്ധൂറിന് പിന്നാലെ തന്നെ പാകിസ്ഥാൻ അങ്ങ് ആരെയൊക്കെ ഒപ്പം നിർത്താൻ സാധിക്കുമോ അവരെയൊക്കെ തന്നെ ഓടി നടന്ന് ചാക്കിട്ട് പിടിക്കുന്ന ഒരു നീക്കത്തിലാണ്. ഇതിപ്പോൾ സൗദി ഇപ്പോൾ ഇത്തരത്തിലൊരു നീക്കം നടത്തിയിരിക്കുന്നത് ഇസ്രായേലിനെ ഭയന്നാണെങ്കിലും പാകിസ്ഥാൻ ഇത്തരത്തിലൊരു നീക്കം നടത്തിയിരിക്കുന്നത് അത് തീർച്ചയായിട്ടും ഇന്ത്യക്കെതിരെ ഒരു ആയുധമാക്കാം. ഭാവിയിൽ അത് ഒരു കരുതലായി തങ്ങളുടെ അടുത്ത് തിരിക്കട്ടെ എന്ന് കരുതിക്കൊണ്ട് തന്നെയായിരിക്കാം പാകിസ്ഥാനും ഈ ഒരു കരാറിൽ ഇപ്പോൾ ഏർപ്പെടാനുള്ള പ്രധാന കാരണമെന്ന് പറയുന്നത്.